ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ആനുകാലിക ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ ഏത്? ഗംഗാ വിലാസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ, ആ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പലാണ് ഗംഗാ വിലാസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലെ ഭക്ഷണം നൽകിയതിനുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത്? ആൻസർ, വാരണാസി കന്റോൺമെന്റ് സ്റ്റേഷൻ. യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലെ ഭക്ഷണം നൽകിയതിനുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത്? വാരണാസി കന്റോൺമെന്റ് സ്റ്റേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒഡീഷയിലെ റൂർക്കേലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിർസ മുണ്ട സ്റ്റേഡിയം ഏത് കായിക ഇനത്തിനു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്? ഹോക്കി. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാമ്പ് സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടതാണ്? സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് 2023 ജനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 3 ഉൾപ്പെടുത്തിയ ചെടി ഏത്? നീലക്കുറിഞ്ഞി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ആചരിക്കുന്ന ദിവസമേത്? ജനുവരി 16. ഇസ്രയേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമേതായിരുന്നു? ഓപ്പറേഷൻ അജയ്. ഇന്ത്യയിലെ ആദ്യ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തതെവിടെ? മൊഹാലി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തതെവിടെ? മൊഹാലി. സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസഡറായി നിയമിതനായ സിനിമാ താരം ആര്? രശ്മിക മന്ദാന. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആര്? നരേന്ദ്രമോദി. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആര്? നരേന്ദ്രമോദി. 2023 ഡിസംബർ 31 വിജ്ഞാപനത്തിലൂടെ രൂപം നൽകിയത് ഇന്ത്യയുടെ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ്? 16ാമത്തെ. 2023 ഡിസംബർ 31 വിജ്ഞാപനത്തിലൂടെ രൂപം നൽകിയത് ഇന്ത്യയുടെ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ്? 16ാമത്തെ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നതെവിടെ? കമ്പാല. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് എവിടെ? കമ്പാല. ISRO 2024 ജനുവരി 1 വിക്ഷേപിച്ച സ്പേസ് ഒബ്സർവേറ്ററി ഏത്?